ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷോസ് വാലിയ. നമ്മൾ ഒരുപാടായില്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈവനിങ്ങിൽ ചായക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എങ്ങനെയുണ്ട്? നിങ്ങൾ കൈകൊണ്ട് കാണിച്ചാലേ പറയും എങ്ങനെയുണ്ട്. സൂപ്പറാണോ? അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൈസിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇടാം കേട്ടോ. ഞാൻ ഒരൊറ്റ പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു തക്കാളി. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസാക്കാം കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്, ഈ വെജിറ്റബിൾ ചോപ്പർ. അത് യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രെഡാട്ടോ. അപ്പോൾ ബ്രെഡ് കുഞ്ഞു കുഞ്ഞു പീസാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉമ്മ ടേസ്റ്റ് നോക്കി, അതുപോലെ തന്നെ എല്ലാവരും കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഈ ബ്രെഡും കോഴിമുട്ടയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉള്ളി പീസാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ്, തക്കാളി, ജിഞ്ചർ ഗാർലിക്ക് ഒരല്പം, ഒരു 1/2 ടേബിൾ സ്പൂൺ എന്ന കണക്കിന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ്. അപ്പോൾ ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ കോഴിമുട്ട പൊട്ടിച്ചേക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല. നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെപ്പർ ആഡ് ചെയ്യുക കേട്ടോ. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനൊരു പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എന്നിട്ട് അതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒന്ന് വേവാവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ പച്ച സ്മെല്ല് മാറിയതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയോട് ആഡ് ആയിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് വിചാരിച്ചിട്ട്. പിന്നെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നല്ല റെയിനി സീസൺ ആയതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് കേട്ടോ. പിന്നെ ഇത് ഏകദേശം ആയതിനു ശേഷം ഞാൻ മിക്സ് ചെയ്ത് വെച്ച കോഴിമുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളത് പെട്ടെന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ കൊത്തു പൊറാട്ടയൊക്കെ കഴിക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഈ കൊത്തു ബ്രെഡ് എന്ന് പറയുന്നത്. കഴിക്കാൻ ഒത്തിരി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കോഴിമുട്ട ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി വെച്ച ഈ ഒരു ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരുപാട് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൊടിയൊക്കെ ആഡ് ചെയ്യാം. സൽമാൻ ഇത് കഴിച്ചു നോക്കിയാ എങ്ങനെയുണ്ട്? വരാം. എങ്ങനെയുണ്ട്? ചൂട് നല്ല ചൂടായിരുന്നു കേട്ടോ. എൻ്റെ വാ പൊള്ളി പോയി തോന്നുന്നുണ്ട്.
അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.